കണ്ടില്ലേ ഈ കൂർക്ക ഒരു 2-3 ബാഗിൽ കൂർക്ക നടാലോ. ഇത് നടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലോ, എങ്ങനെ നടുന്നതെന്ന് കാണിച്ചു തരാമല്ലോ. ഇതിപ്പോൾ 2-3 ബാഗ് എടുത്തിട്ട് ഇത് കണ്ടില്ലേ, ഇത് ഈ ബാഗിൻ്റെ അകത്ത് പിന്നെ ആദ്യം കുറച്ച് കരിയില ഇടാം. കരിയില ഇടുന്നതിന് കൂടുതൽ എടുക്കുന്നില്ല, കരിയിലയാണ്. ഇത് കരിയില, ഈ കരിയില ഇട്ടിട്ട് കരിയിലിടുക. കരിയിലിട്ടിട്ടാകുമ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ കരിയിലിടുക. കരിയിലിട്ടിട്ട് ഈ സീമക്കൊന്നേൻ്റെ ചപ്പും കൂടി ഇടുക. സീമക്കൊന്നേൻ്റെ ചപ്പും കൂടി ഇടുക. ഇതും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ അകത്താണ് ഇത് നടുന്നത്. കണ്ടില്ലേ, ഇതേപോലെ നടുക. ഇത് നല്ല ഇത് നട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഉണ്ടാവും. ഞാൻ ഇക്കെല്ലാം നട്ടിട്ട് നല്ല കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതേപോലെ തന്നെ നടുന്നത്. പിന്നെ ഈ ബാക്കി നടുന്നത് മാത്രമല്ല, കിഴങ്ങ് കിട്ടേണ്ട മാർഗം കുറേ കൂടി ഉണ്ട്. അത് ഞാൻ വയ്യ കാണിച്ചു തരാം. ഇതിപ്പം നട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ അമർത്തിട്ട് ഇനിയിപ്പോൾ എന്താ വേണ്ടിച്ചാൽ ഈ പ്രോട്ടീൻ മിശ്രിതം ഇത് വാരിയിട്ടിടുക. അതല്ലേ, നല്ല തോലും വളവും എല്ലാം കൂടിയുള്ള നല്ലൊരു പ്രോട്ടീൻ മിശ്രിതമാണ് ഞാനിപ്പം ഇട്ടിട്ട് നടുന്നത്. ഇതാണ് ഇപ്പം നടുന്നത്. കണ്ടില്ലേ, ഇതേപോലെ വാരി നിറക്കുക. അതിന് ശേഷം നമ്മളിത് നടുക. ഇതുപോലെ ഇങ്ങനെ നിറക്കുക. പിന്നെ ഇത് നല്ലപോലെ നമ്മൾ നട്ട് ആദ്യത്തെ നടലേന്ന് നട്ട് പിന്നെ നമ്മളൊരു പണിയും കൂടി എടുത്തു കൊടുത്താൽ നമുക്ക് നല്ല വിളവ് ലഭിക്കാൻ കഴിയും. ഇതിൻ്റെ മൂല ഇങ്ങനെ ആയതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ മടക്കി വെച്ചാൽ നമുക്ക് നല്ല വട്ടത്തിൽ തന്നെ കിട്ടും. കണ്ടില്ലേ, ഇതേപോലെ മടക്കി വെക്കണം. നല്ല വേഗമായിട്ട് കിട്ടും. കണ്ടില്ലേ, ഇതേപോലെ ചെയ്യുക. ഇപ്പം ഞാൻ ഇനിയിപ്പോൾ ഇത് നടട്ടെ. ഇത് നട്ടിട്ട് കാണിച്ചു തരാമല്ലോ. വേണ്ട, ഇതേപോലെ ഇന്നെടുക്കുക. എന്നിട്ട് ഞാൻ ഇത് നടുക. കണ്ട, ഇതുപോലെ നമ്മൾ ഇതിൽ നട്ട് കൊടുക്കുക. ഇത് നട്ടിട്ടാകുമ്പോൾ ഇതേപോലെ നട്ടാൽ മാത്രം പോരാ, നമ്മൾ പിന്നെ ഒരു പണിയെടുത്ത് കൊടുത്താൽ നമുക്ക് കിഴങ്ങ് മുഴുവനും കിട്ടൂല. ഇക്കെല്ലാം എനിക്ക് അങ്ങനെ പറ്റിപ്പോയിനി. അതുകൊണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇത് നട്ട് കഴിഞ്ഞിട്ടാൽ വയ്യ നമുക്ക് ചെയ്യുന്ന പരിപാടിയെല്ലാം നിങ്ങൾക്ക് വയ്യ കാണിച്ചു തരാം. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ നടുക. ഇതുപോലെ നടുക. കണ്ടില്ലേ, ഇതേപോലെ നട്ടു കൊടുക്കുക. വേണ്ട, ഇതേപോലെ നടുക. ഇപ്പം ഞാനിവിടെ കാത്തു വെക്കട്ടെ. ഇനിയിപ്പം ഇതും കൂടി നടാം. ഇതിപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ നമ്മൾ ഇനിയിപ്പോൾ ഈ ചപ്പ് ഇതിൻ്റെ അകത്ത് വാരിയിടുക. ഉണക്ക ചപ്പ് ഇതിലാദ്യം വാരിയിടുക, അടിയിൽ വാരിയിടുക. അതിന് ശേഷം സൈമക്കൊന്നേൻ്റെ തോലും കൂടി ഇടുക. എന്നിട്ട് ഞാൻ ഇത് വാഴക്കൂർക്കലൊന്നും ഇട്ടിട്ടില്ല. വാഴക്കൂർക്കൽ ഇടുകയും ചെയ്യാം, പക്ഷെ ഞാൻ ഇന്ന് ഇടുന്നില്ല. പിന്നെ ഇനിയത്തേനും ഇടാം. ഒരു സമയം നേരം വൈകിപ്പോയി. അതുകൊണ്ട് ഇനി അതൊന്നും വാരി നടക്കാനൊക്കെ സമയമില്ല. അതുകൊണ്ടായിട്ട് ഇത് മാത്രം എടുക്കുന്നു. സീമക്കൊന്നി ഇത് മാത്രം എടുക്കുന്നു. കണ്ടില്ലേ, ഇതേപോലെ ഇട്ടു. എന്നിട്ട് ഇത് വാരിയിട്ടിടുക. ഉണ്ടല്ലേ, ഇതേപോലെ വാരിയിട്ട് നമുക്ക് നിറച്ചിട്ട് നട്ട് കൊടുത്താൽ നമുക്ക് നല്ല കിഴങ്ങ് എടുക്കാൻ കഴിയും. ഇഷ്ടം പോലെ കിഴങ്ങുണ്ടാവും. അത് ഞാൻ ഇക്കെല്ലാം നട്ടതുകൊണ്ട് എനിക്ക് മനസ്സിലായതാണ്. കഴിഞ്ഞാലും ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞാലും നട്ടിട്ടുണ്ടെന്ന് എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഇക്കെല്ലാം. അതുകൊണ്ട് ഞാൻ ഉഷാറായിട്ട് നട്ടിട്ട് കാണിച്ചു തരാം. നല്ല നമുക്ക് വിളവ് എടുക്കാൻ കഴിയും. എന്നാലും എനിക്ക് നല്ല വിളവ് കിട്ടീനി, നല്ല കിഴങ്ങ് കിട്ടീനി. ഒരുപാട് കിഴങ്ങുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് വണ്ണം കുറവാന്ന് മാത്രമേ. അത് എനിക്ക് അറിയില്ലായിരുന്നു അതിനെ പറ്റിയിട്ട്. അതുകൊണ്ടാണ് ഇക്കെല്ലാം അങ്ങനെ പറ്റിപ്പോയത്. എനിക്ക് ഇക്കെല്ലാം ഞാൻ പഠിച്ചു. ഇത് ഞാൻ വന്നിന് ഞാൻ നിങ്ങൾക്ക് നട്ട് കാണിച്ചു തരാം. ഉണ്ടല്ലോ, ഇതേപോലെ ഇവിടെ നടുക. ഇതിങ്ങനെ നട്ടു കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മളൊരു 4-5 മരട് നട്ടാൽ
വലിയ വീതിയിലുകൊണ്ട് 4-5 മഴ നടാം. ഉണ്ടല്ലേ, ഇതേപോലെ നമുക്ക് നട്ട് കൊടുക്കുക. ഇനി രണ്ടാമതും ഇനി പണിയെടുക്കാനുണ്ട്. ഇത് നമ്മൾ നട്ട് പൊടിച്ച് വന്നിട്ടാകുമ്പോഴുള്ള പണിയിൽ ഞാൻ നിങ്ങളെ വൈക്കും പ്രകാരം കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിപ്പായി ഇനിയിപ്പോൾ ഒന്നും കൂടിയുണ്ട്, അതിലും കൂടി നടാം. കണ്ടില്ലേ, ഇതേപോലെ എല്ലാം നമുക്ക് നടുന്നേ ഒരു കുഴപ്പമില്ല. എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് നട്ട് കഴിഞ്ഞാൽ നല്ലൊരു വിളവെടുക്കാൻ കഴിയും. ഇങ്ങനെയാണ് കൂർക്ക നടുന്നത്. ഞാൻ പിന്നെ കുറച്ച് അവിടെ നിലത്ത് നട്ടിട്ടുണ്ട്. ഇത് പോരാതെ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരുന്നത്, നിങ്ങൾ നടുന്നവരുണ്ടെങ്കിൽ നട്ടോട്ട് നിരച്ചിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതുകൊണ്ട് ഇനി നടുന്നവർക്കും കൂടി ഇതൊരു ഉപകാരപ്രദമായിക്കോട്ട് വെച്ചിട്ടാണ് ഞാനിപ്പം ഇത് നട്ട് കാണിക്കുന്നത്. കണ്ടില്ലേ, ഇതെല്ലാം ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പ്രോട്ടീൻ മിക്സ് ഇതാക്കിയതാണ്. അതിൽ വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി, പിന്നെ ചാരം, പിന്നെ പൊടിവളം, ആട്ടുംവളം, ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് അതാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ സീമക്കൊന്നയും പിന്നെ കരിയില ആണ് ഇതിട്ട് നറക്കുന്നത്. ഉണ്ടല്ലേ, അതേപോലെ കരിയില ഇട്ടിട്ട് നറക്കാനാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ഭാര്യ ഇടട്ടെ. ഇത് നല്ല ഇലയെല്ലാം ഇട്ടിട്ടുള്ള ചപ്പലും ഇട്ടിട്ടുള്ള പൊടിവള, നല്ലൊരു പ്രോട്ടീൻ മിക്സ് ഇതാണ്. അതാണ് നിങ്ങൾക്കിപ്പം ഇത് കണ്ടില്ല, അതിൻ്റെ പൊടി കാണുന്നില്ലേ, ഇതിൻ്റെ അകത്ത് ഇലയെല്ലാം ഇട്ട് വെച്ചതായിരുന്നു. കുറച്ച് എന്തെല്ലോ ചാടും പാടെല്ലാം വാരി ഇട്ടിട്ട് ആക്കിയതാണ്. അതുകൊണ്ട് ഇതിൽ നല്ല വളമുണ്ടാവും. എന്നാലും നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കാഞ്ഞാൽ നമുക്കതൊരു സമാധാനക്കേടാണ്. ലേശം എന്തെങ്കിലും നമ്മൾ നടുമ്പോൾ കാണിച്ചു കൊടുക്കണ്ടേ, ഇടണം. എന്നാലേ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇനി വളമിട്ടിട്ട് പോരായിട്ടാണോ എന്നുള്ളൊരു തോന്നിച്ച നമുക്ക് വരും. ഇതിന് വേണ്ടിയിട്ടാണിപ്പോൾ ഞാനിപ്പം ഇത് ഇട്ടത്. ഇപ്പം കണ്ടില്ലേ, ഇതായി. ഇനിയിപ്പോൾ നമുക്ക് 2-3 രണ്ടും കൂടി വേണം. ഇതേപോലെ നടട്ടെ. നല്ല ചപ്പ്, നല്ല ആടെ നട്ടത് നല്ല ഉഷാറായി നല്ല ചപ്പായിട്ട് വന്നിട്ടുണ്ട്. നല്ല കറുപ്പും നല്ല ഇല വീതിയെല്ലാം നല്ല തണ്ടായത് ഞാനിപ്പോൾ നടുന്നത്. അതുകൊണ്ട് നല്ല ഉഷാറുണ്ടാവും. മുഖത്തെ പോലെ ചെറിയതല്ല, നല്ലൊരു ഉഷാറുള്ള തയ്യാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നട്ടിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. അതല്ലേ, ഇതേപോലെ നട്ടു കൊടുക്കുക. ഇപ്പോൾ കണ്ടല്ലോ, ഞാൻ 3 എണ്ണത്തിൽ നട്ടു. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാ ഇതേപോലെ ഇവിടെ നട്ടു വെച്ചിട്ട് കാണിച്ചു തരാമല്ലോ. കണ്ടില്ലേ, ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരും. അതുവരെ നന്ദി, നമസ്കാരം. ഇത് കണ്ടില്ലേ, ഇതേപോലെ നട്ട് വെക്കുന്നു. കണ്ടോ, നമുക്ക് ഇതുപോലെ നട്ടിട്ട് നല്ലൊരു കൂർക്ക കൃഷി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് അടിക്കുക.